ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഗ്രിൽ ചിക്കനാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം തന്നെ അത് ബേക്ക് ചെയ്തിട്ടാണ് അത് ഗ്രില്ല് ചെയ്യുന്നത്. അതിൻ്റെ അതിൻ്റെ ഇറച്ചിക്ക് ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവാനും ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ അപ്ലോഡ്സൊക്കെ എല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഗ്രില്ല് റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഒരു 12 ചുള വെളുത്തുള്ളി ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതിൻ്റെ കൂടെ നമുക്ക് അത് പേസ്റ്റ് രൂപത്തിലാക്കാനുള്ളതാണ്. നമുക്ക് ഒരു ടീസ്പൂൺ നാരങ്ങാനീര്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്, സോസോ കെച്ചപ്പോ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം പുതിനയിലയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് പേസ്റ്റ് രൂപത്തിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഒന്ന് മിക്സിയിൽ ജാറിലൊന്ന് അടിച്ചെടുത്താൽ മതി. ബാക്കി അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറുതായിട്ടൊന്ന് വരയിട്ട് കൊടുക്കുകയാണ്. നമ്മളെ അരപ്പൊന്ന് നന്നായിട്ട് ഈ ഇറച്ചിയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത്യാവശ്യം ചെറിയൊരു വരകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. വയറിൻ്റെ ഭാഗത്തൊക്കെ കട്ടി ഇറച്ചി ആയതുകൊണ്ട് അരപ്പുള്ളിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണേ. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, സാധാരണ നമ്മളെല്ലാവരും ഇപ്പോൾ നമുക്ക് ഓവന് ഗ്രില്ലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, നമുക്ക് ആദ്യം തന്നെ ഞാൻ ബേക്ക് ചെയ്യാണ്. ഒരു അരമണിക്കൂർ ഫോയിൽ പേപ്പർ ചെയ്തിട്ട് ഞാനൊന്ന് ഫോയിൽ കവർ ചെയ്തിട്ട് ഞാനൊന്ന് ബേക്ക് ചെയ്യാണ് ആദ്യം ചെയ്യണത്. നമുക്കിപ്പോൾ പുറത്തൊക്കെ നമ്മൾ ഈ കനലിലൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് ഡയറക്റ്റ് തന്നെ അങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പോൾ ഞാൻ പറയുന്ന വീടുകളുടെ ഉള്ളിൽ ഉള്ള ഓവനുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ ഫോയിൽ പേപ്പറിൽ ഒന്ന് പൊതിഞ്ഞ് അത് ബേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ജ്യൂസി ആയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രില്ല് ഒരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂർ കൂടി നമ്മൾ ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും നമ്മൾ ഈ കട്ട് ചെയ്താണ് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഇനി നമുക്കൊന്ന് ഇത് ഗ്രില്ല് ചെയ്യണം. ഇപ്പോൾ ആ ചിക്കൻ നന്നായിട്ട് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു 3 മണിക്കൂറിന് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കണം എന്തുവാന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തൊരിക്കലും അത് വെച്ചേക്കരുത്. ചിക്കൻ പെട്ടെന്ന് നമുക്ക് വയറിനൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് പെട്ടെന്ന് ചീത്തയാവാൻ വഴിയുള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും നോർമൽ ടെമ്പറേച്ചറിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇത്ര ലോങ് ആയിട്ട് നമ്മൾ വെക്കരുത്. നമ്മൾ എന്തായാലും അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. അപ്പോൾ ഞാനൊരു 3 മണിക്കൂർ അത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഞാനത് ബേക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ജ്യൂസി ആയിട്ടും നല്ല ചിക്കൻ്റെ ഇറച്ചി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. നമ്മളത് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര സോഫ്റ്റ് ആവില്ല. നമ്മൾ രണ്ടാമത് ഗ്രില്ല് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത്ര ഹാർഡായിട്ട് പോവില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ പുതിന ചേർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിന കുറച്ച് ഹെൽത്തി ആയതുകൊണ്ടാണ്. പുതിന കുറച്ച് കൊളസ്ട്രോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. അപ്പോൾ ചിക്കന് കൊളസ്ട്രോൾ ഇല്ലാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഒരു ചെറിയ കൊളസ്ട്രോളിനൊക്കെ പ്രതിരോധിക്കാൻ പുതിന നല്ലതായതുകൊണ്ടാണ് ഞാൻ ആ പുതിന ആഡ് ചെയ്തത്. അപ്പോൾ ഞാനൊരു 3 മണിക്കൂർ വെച്ചിട്ട് ഇത് റാപ്പ് ചെയ്ത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. ഞാനിപ്പോൾ ഈ ചിക്കൻ ഒരു 3 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇനി നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റാപ്പ് ചെയ്യാണ്. ഞാനൊരു ഫോയിൽ പേപ്പർ തന്നെ വെച്ചിട്ട് ഒന്ന് ആവി പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഞാനൊന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാനിത് 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒന്ന് ബേക്ക് ചെയ്യാണ്. ഒരു അരമണിക്കൂറത്തേക്ക് ഒന്ന് ബേക്ക് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 375 നമ്മളൊന്ന് ഗ്രില്ല് ചെയ്യും. ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 45 മിനിറ്റ്സ് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സ്കിന്നൊന്ന് മുരിയണതിനനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനൊന്ന് കാണിക്കാം. ഇപ്പോൾ ഞാൻ ആ ബേക്കിൽ നിന്ന് ഗ്രില്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മേളിലുള്ള റാപ്പ് ഒന്ന് മാറ്റി, ആ ഫോയിലൊന്ന് മാറ്റി. ഇപ്പോൾ നമ്മുടെ അത്യാവശ്യം ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഗ്രില്ലിൽ ഇട്ടിട്ട്
ഇനി നമ്മൾ അടുത്ത സൈഡ് ഒന്ന് മറച്ചു വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രിൽ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 2 സൈഡൊക്കെ മറച്ച് ഇടയ്ക്ക് ഒന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് കത്തി കൊണ്ട് മുറിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ഇങ്ങനെ കിള്ളിയാൽ തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ പുറത്തിട്ട് കരിയിട്ട് ചെയ്യുന്നവർ ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് ആ ഗ്രില്ലിൽ തന്നെ പതിയെ ചെറിയ ചൂടിൽ വേവിക്കണമെന്നുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ബേക്ക് ചെയ്തിട്ട് വേവിക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. അതുമല്ല നന്നായിട്ട് ഉള്ളൊക്കെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.